അച്ഛമ്മ, ഞാൻ ആലിയയ്ക്ക് കൊടുത്ത ഡീലില്ലേ, അത് തന്നെ തനുവിനും കൊടുത്തിട്ടുണ്ട്. തനുവിന് ആലിയുടെ അത്ര കൗശല ബുദ്ധിയില്ല. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ട് ടെൻഷൻ അടിച്ച് അവൾ ഉറപ്പായും ഇന്നോ നാളെയോ അയാളെ കാണുക തന്നെ ചെയ്യും. ഒന്നുകിൽ വീട്ടിൽ അല്ലെങ്കിൽ പുറത്ത്. നമ്മൾ തനുവിനെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒരു തവണ ആ വ്യക്തി ആരാണെന്ന് അറിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളുടെയും സത്യാവസ്ഥ നമുക്ക് പുറത്തു കൊണ്ടുവരാനാകും. അതൊക്കെ ശരിയാണ്. പക്ഷേ മോളെ, അയാൾ ആരായാലും നിന്നെ കൊല്ലാൻ ആഗ്രഹിക്കുക. പിന്നെ അയാൾ കാരണമാണ് ബുൾബുൾ മരിച്ചത്. നീ സൂക്ഷിക്കണം മോളെ. അച്ഛമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അച്ഛമ്മ മറന്നുപോയോ? അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ച അന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ ആരാണെന്ന്. പക്ഷെ ഇന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൻ ആരാണെങ്കിലും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. എന്റെ കാര്യം നോക്കുക പോയിട്ട് ഒരു ശ്വാസം എടുക്കാൻ പോലും അവനെ ഞാൻ അനുവദിക്കില്ല. ഞാൻ ചോദിക്കല്ല എന്താ ചെയ്യുന്നെന്ന്. നിന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം തരേണ്ട ആവശ്യം എനിക്കില്ല. സാധനങ്ങൾ എന്റേതാവുമ്പോ നിങ്ങൾ ഉത്തരം പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണോ? അത് ചെയ്യാൻ പറ്റാതായി പോയില്ലേ? പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാ, വളരെ പതുക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ മനസ്സിലായ പിന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ഒട്ടും വൈകിക്കരുത്. ഞാനിത് സമ്മതിക്കില്ല. വിട് പ്രിയ. ഇല്ല, നിങ്ങൾ കാര്യം പറയാതെ ഞാൻ സമ്മതിക്കില്ല. നിന്നോടാ പറഞ്ഞത് വിടാൻ. നിങ്ങൾ പറഞ്ഞേ പറ്റൂ. കേൾക്കണോ നിനക്ക്? വിട്. എന്നാ കേട്ടോ, നിന്റെ ഓർമ്മകളെ എന്നിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുക ഞാൻ. നിന്റെ ഓർമ്മകൾ വരുത്തുന്ന ഓരോ സാധനവും നശിപ്പിക്കാൻ ശ്രമിക്കുക ഞാൻ. നിന്നെ ഓർത്ത് ഞാൻ എത്ര വിഷമിച്ചിട്ടുണ്ടെന്നറിയോ? എന്തായാലും ഒരുപാട് സഹിച്ചു. ഇനിയും എന്നെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രിയ. ഇപ്പോൾ അതിന് പറ്റിയ സമയം റിയാലിറ്റി ചെക്ക് ചെയ്യാനും പറ്റിയ തീരുമാനങ്ങൾ എടുക്കാനും. അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ നിനക്ക്? നിന്റെ ഓർമ്മകൾ ഇരിക്കുന്ന എല്ലാ സ്ഥലവും എംപ്റ്റി ആക്കുക എന്നതാണ്. അതിപ്പോൾ എൻ്റെ റൂമായാലും എൻ്റെ മനസ്സായാലും.
ചേച്ചി, ഇവൾക്കിത് എന്താ പറ്റി? ഇവളെന്തേ ക്ലോക്കില് സൂചിയെ പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്? ഈ അവസ്ഥയിൽ അവൾ നടക്കേണ്ടതാണല്ലോ. ഡോക്ടറും പറയുന്നു അധികം റെസ്റ്റ് എടുക്കാൻ പാടില്ല, നടക്കുകയും വേണമെന്ന്. ഡോക്ടർ പറയുന്നത് സന്തോഷത്തോടെ ഇരിക്കണമെന്നല്ലേ? പക്ഷെ ഇവളെ കണ്ട തോന്നുന്നത് ഇപ്പോ കരയുമെന്നാണല്ലോ. എന്തോ കുഴപ്പമുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? വിട്ടേക്ക്, ഒരു കുഴപ്പമില്ല. വാ പോകാം. ചേച്ചി, എന്ത് പറ്റി നിങ്ങൾക്ക്? ആ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന മരുമകളാണവൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമാണ് അവള് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷെ അവള് വിഷമത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് ചേച്ചിക്ക് എന്താ സങ്കടം വരാത്തെ? അങ്ങനൊന്നും അല്ല ഇന്ദു, എനിക്കും ചിന്തയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവൾ വിഷമത്തിലല്ല എന്നാണ്. ഞാൻ പോയി ചോദിച്ചിനി അവൾക്ക് വിഷമം ഉണ്ടാക്കണ്ട. ഇനി അവൾക്ക് തോന്നും കല്യാണത്തിന് മുമ്പ് തന്നെ അമ്മായി അമ്മ ഭരണം തുടങ്ങിയെന്ന്. ചേച്ചി, അങ്ങനെയൊന്നുമില്ല. നമുക്ക് പോയി ചോദിക്കാം. ആ, വാ. ഒന്ന് പതുക്കെ ചേച്ചി, വരാൻ. എന്താ ഇത്ര തിടുക്കം നിനക്ക്? ഓയ്, എന്തു പറ്റി? നീ കീ കൊടുത്ത ബൊമ്മയെ പോലെ എന്ത് ചെയ്യുമായിരുന്നു? വോക്ക് ചെയ്യായിരുന്നോ? പക്ഷേ നിന്റെ കാലിന് പകരം നിന്റെ മുഖമാണല്ലോ തളർന്നിരിക്കുന്നത്. എന്താ മുഖോ? ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാ, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേന്ന്. നീ എന്തിനു ടെൻഷൻ അടിക്കുന്നേ? നിനക്കറിയില്ലേ ഈ അവസ്ഥയിൽ വളരെ സന്തോഷവതിയായിരിക്കണോന്ന്? എന്താ ടെൻഷനോ? എനിക്കോ? ഇല്ലല്ലോ, ഞാൻ വളരെ സന്തോഷത്തിലാ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് യാതൊരു വിഷമവും ഇല്ല, കുഴപ്പവും ഇല്ല, സന്തോഷവതിയാണ്. മറ്റുള്ളവരുടെ മുഖം കണ്ട് ദുഃഖം മനസ്സിലാക്കാൻ നിങ്ങൾ മറന്നു പോയിരിക്കുന്നു. മരുമകളുടെ വിഷമത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നേയില്ല. നോക്കൂ, വെളുത്ത നിറം എങ്ങനെ കറുത്തുപോയെന്ന്. കറുത്തോ? ഇന്ദു, നിനക്കുണ്ടല്ലോ വയസ്സ് കൂടുന്നതനുസരിച്ച് നിന്റെ കണ്ണിന്റെ കാഴ്ചയും വളരെ നന്നായി കുറയുന്നുണ്ട് കേട്ടോ. ഒട്ടും നന്നായി കാണുന്നില്ല അല്ലേ? നോക്ക്, നന്നായി നോക്ക്. വെളുത്തു തുടുത്തു സുന്ദരിയല്ലേ? ആര് പറഞ്ഞു കറുത്തെന്ന്? ആ, എന്ത് പറഞ്ഞാലും ചേച്ചി, ഇവൾക്ക് ഇവളുടെ കല്യാണത്തെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവുന്നുണ്ടല്ലോ അല്ലേ? ദാ നോക്ക്, നിങ്ങൾക്കാണെങ്കിൽ ഇവളുടെ കല്യാണത്തിന്റെ ഒരു ടെൻഷനും ഇല്ല. ചേച്ചി ഒന്ന് ചിന്തിക്കേ. കല്യാണത്തിന് മുൻപ് കൊച്ചു ജനിച്ചാൽ അബി കൊച്ചിനെയും കൊണ്ട് മണ്ഡപത്തിൽ കയറിയാൽ എങ്ങനെയിരിക്കും? നീ ടെൻഷൻ അടിക്കണ്ട. ആ ദിവസം ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. എന്നുവെച്ചാ ഇവളുടെ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് കല്യാണത്തിന് ശേഷമേ ജനിക്കും. ആ, ശരിയാണ് ചേച്ചി. ഇവളെ ഒന്ന് സമാധാനിപ്പിക്ക്. ഒന്ന് സമാധാനായിട്ടിരിക്കും മോളെ. ആ, പിന്നെ നിന്റെയും അബിയുടെയും കല്യാണം ഞാൻ നടത്തിത്തരും. മോള് പറ. നീ വിഷമിക്കണ്ട, എനിക്ക് ടെൻഷനുണ്ട്. ഈ കാര്യമുണ്ടല്ലോ, ഇന്ന് തന്നെ ഞാൻ അഭിയോട് സംസാരിക്കും. നീ നോക്കിക്കോ. ഇന്നല്ല, ഇപ്പൊ തന്നെ സംസാരിക്കും. ഉറപ്പാണല്ലോ ചേച്ചി? ആ, അതെ. അടുക്കളയിൽ ജോലിയുണ്ട്. വാ, താഴേക്ക് പോകാം. വാ, പോവാ. എന്നാ വന്നോളൂ. അബിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സമയത്തുള്ള ടെൻഷൻ അത് മാറാനിപ്പോ എന്ത് ചെയ്യും? ആ, ഫോൺ ചെയ്യാം, അതാ നല്ലത്. എനിക്കിന്ന് കാണണം. ഇവളാരോട് സംസാരിക്കുന്നത്? എന്താ മെസ്സേജ്? എന്തിന്? ഓക്കെ, ഇനി മുതൽ നമുക്ക് മെസ്സേജ് വഴി സംസാരിക്കാം. പക്ഷെ ഇന്ന് എനിക്ക് കാണണം. ഓക്കെ. ആരോടായിരിക്കും സംസാരിച്ചേ? ചേച്ചി പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ നടക്കുന്ന എല്ലാ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചേച്ചി ഇൻഫോം ചെയ്യണമെന്നാണ്. എന്തായാലും ഒരുപാട് സഹിച്ചു. ഇനിയും എന്നെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രിയ. ഇപ്പോൾ അതിന് പറ്റിയ സമയം. റിയാലിറ്റി ചെക്ക് ചെയ്യാനും പറ്റിയ തീരുമാനങ്ങൾ എടുക്കാനും. അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ നിനക്ക്? നിന്റെ ഓർമ്മകൾ ഇരിക്കുന്ന എല്ലാ സ്ഥലവും എംപ്റ്റി ആക്കുക എന്നതാണ്. അതിപ്പോ എന്റെ റൂമായാലും എന്റെ മനസ്സായാലും. കനവാണോ മിഴികൾ തിളങ്ങിയോ, മൊഴികൾ കിലുങ്ങിയോ, ചെവിയോർ തിരുന്നതും നിനവാണോ,
നനവാണു. ഹലോ. ചേച്ചി എന്തോ ചേച്ചി? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചേ? ചേച്ചി ഞാൻ തനുവിനെ ശ്രദ്ധിക്കായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇന്ന് എന്നെ കാണണമെന്ന്. ആരുടെയെങ്കിലും പേര് പറഞ്ഞോ? ഇല്ല, പേരൊന്നും പറഞ്ഞില്ല. പക്ഷേ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ബാക്കി കാര്യങ്ങൾ മെസ്സേജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഇപ്പൊ അവൾ എവിടെയാ? ഇപ്പോ റൂമിലേക്ക് പോയിട്ടുണ്ട് ചേച്ചി. ആ ശരി, നീ അവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ അവളുടെ റൂമിൽ ചെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ചേച്ചി, ഞാൻ ഇൻഫോം ചെയ്യാം. ഓക്കെ ബൈ, ടേക്ക് കെയർ. 9 PM ഇല്ല, 7 മണിക്ക് കാണാം. എനിക്ക് അഡ്രസ് അയച്ചു തരൂ. ഒരു മിനിറ്റ്, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ നിന്നോട് ചോദിക്കാൻ വന്നതാ, അദ്ദേഹം ഇവിടെ ഉണ്ടോന്ന്. ആര്? അബി? പ്രിയ, നീ അബി എവിടെയും പോവാൻ സമ്മതിക്കാറില്ലല്ലോ, എന്നിട്ട് എന്നോട് ചോദിക്കാണോ? നോക്കൂ, നിനക്ക് അദ്ദേഹം എവിടെയുണ്ടെന്ന് അറിയാമെങ്കിൽ അത് പറയൂ. ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അദ്ദേഹം അതിന് വരേണ്ടതാ. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. എത്ര ഇറസ്പോൺസിബിളാ. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? പോയി അബിയോട് ചോദിക്കൂ. അബി ഇങ്ങനെ ആക്കിയത് നീയാണ്, അതുകൊണ്ട് നീ തന്നെ പോയി അന്വേഷിക്ക്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ലെറ്റ് മീ ടെൽ യു വൺ തിങ്. അധിക ദിവസം നിനക്ക് അബിയെ പിടിച്ചു വെക്കാൻ കഴിയില്ല. ഒരു ദിവസം വരും അബി നിന്റെ ഓർഡറുകളും അനുസരിക്കില്ല, നിന്നോട് സംസാരിക്കുക പോലും ചെയ്യില്ല. അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ അദ്ദേഹത്തെ ഈ മീറ്റിംഗിന് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം അവിടെ പോകുന്നതിൽ നിന്ന് നിനക്ക് അദ്ദേഹത്തെ തടയാനാകില്ല. എനിക്ക് പുറത്തു പോകേണ്ടത് അത്യാവശ്യമായിട്ടാ, അല്ലെങ്കിൽ ഞാൻ നോക്കിയേനെ നീ എങ്ങനെ അബിയെ പുറത്തു കൊണ്ടുപോകുന്നു. സർ, സാറിന്റെ കൂടെ ഞാൻ ഈ സെൽഫി എടുത്തോട്ടെ? ഇല്ല, ഞാനിപ്പോൾ അതിനെ പറ്റിയൊരു മൂഡിലല്ല. സർ, ഞാൻ സാറിന്റെ വലിയ ഫാനാണ്. പ്ലീസ് സർ, ഒരെണ്ണം. ഐ എം സോറി. പിന്നീടാവട്ടെ. സർ, ഈ സമയത്തിനുള്ളിൽ പിക്ക് എടുക്കായിരുന്നല്ലോ. മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു മൂഡില്ലെന്ന്. സാർ എന്തിനാ എത്ര ഹൈപ്പർ ആവുന്നേ? നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ പ്രൈവസിയിൽ ഇടപെടുന്നേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പറ്റില്ലാന്ന്? സർ, അത് എക്സ്ക്യൂസ് മീ. നിനക്ക് എന്തു പറ്റി? നീ എന്താ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? നീ വന്നത് എന്തായാലും നന്നായി. എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല. കുറെ നേരം കൊണ്ട് ഒരു ചിന്ത എന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുക. ആരോ എന്നെ വിട്ട് പോകാൻ പോകുന്ന പോലെ. നിനക്ക് എന്താണ് അഭി പറ്റിയത്? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തു പറ്റി നിനക്ക്? എന്നോട് പറയേ. എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല പ്രണവ്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. അവളുടെ പേര് പോലും പറയല്ലേ. അതിൽ നിന്ന് റിക്കവർ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. എവിടെ പോയാലും കൂടെ വരുന്ന പോലെ തോന്നുക. ഉറങ്ങിയാലും ഉണർന്നാലും റെസ്റ്റോറൻറ്റിൽ വന്നാലും എനിക്കറിയില്ലടാ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. വട്ടുപിടിക്കുക എനിക്ക് അവളുടെ മുന്നിൽ നിന്നൊന്ന് മാറി നിൽക്കണം. അവളെ എനിക്കൊന്ന് മറക്കണം പ്രണവ്. നിനക്ക് ഏതെങ്കിലും സ്ഥലം അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞുതാ പ്രണവ്. കുറച്ച് ദിവസം ഒറ്റയ്ക്ക് കഴിയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലം. നീ എന്താന്ന് വെച്ചാൽ പറയും. നീ ഇന്നലെ വരെ നോർമലായിരുന്നു, ഇന്ന് ഇതിന് മാത്രം എന്ത് പറ്റിയടാ? എന്താന്ന് വെച്ചാൽ തുറന്ന് പറയുന്നേ. നോർമലൊന്നും അല്ല പ്രണവ്. നോർമലാണെന്ന് അഭിനയിക്കുകയായിരുന്നു ഇതുവരെ. എല്ലാവരോടും കള്ളം പറഞ്ഞ് ജീവിക്കുകയായിരുന്നു. സത്യത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു ഒരർത്ഥത്തിൽ. എന്ത് സത്യം? തനുവിനെ കല്യാണം കഴിക്കണമെന്ന സത്യം. അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞാണ് വളരുന്നതെന്ന സത്യം. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മറ്റൊരാൾക്ക് എൻ്റെ മനസ്സിൽ എങ്ങനെയാ സ്ഥാനം നൽകാൻ കഴിയുക പ്രണവ്? ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ പ്രിയയ്ക്ക് വേണ്ടിയുള്ള ഫീലിങ്സ് എല്ലാം ഇല്ലാതാക്കിയേ പറ്റൂ പ്രണവ്. അതിനുവേണ്ടി നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. എനിക്കിനിയും ഇങ്ങനത്തെ ഫീലിങ്സ് മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല പ്രണവ്. എനിക്കറിയാം തനുവിന് വാക്കുകൊടുത്തത് ഞാനാണ്. എന്നിട്ടും എനിക്കറിയില്ല ഞാൻ എന്തിനാ ഇത്രയ്ക്ക് ഇമോഷണൽ ആവുന്നതെന്ന്. ഈ പ്രിയ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും കയറി വരുന്നത് എൻ്റെ മനസ്സമാധാനം കെടുത്താനാണോ? എൻ്റെ എല്ലാം തട്ടിയെടുത്തു. ഇനി എൻ്റെ ജീവൻ കൂടെ വേണോ അവൾക്ക്? ശരിക്കും ഞാനൊരു ഇമോഷണൽ ഫൂളാണ്. സ്നേഹം കാണിച്ച് എല്ലാവർക്കും എന്നെ പറ്റിക്കാൻ എളുപ്പം.
അത് മുതലെടുത്ത് അവൾ എന്നെ തന്നെ കൺട്രോൾ ചെയ്യല്ലേ ഇപ്പോൾ. ഇത് തന്നെയാ എന്നെ ഈ അവസ്ഥയിലാക്കിയത്. പ്രണയം അതാണ് അബി. ചിലപ്പോ ഒരാളുടെ ശക്തിയും ചിലപ്പോ ദൗർബല്യമാണത്. ഈ പ്രണയം നിന്നെ വല്ലാണ്ട് വീക്ക് ആക്കുന്നുണ്ട് അബി. അതുകൊണ്ട് നീ സ്ട്രോങ് ആയി പറ്റൂ. നോക്ക്, നിന്റെ മുന്നിൽ നിന്റെ പ്രണയമുണ്ട്, നിനക്കതിനെ കാണാനും കഴിയുന്നുണ്ട്. പക്ഷെ എന്റെ പ്രണയത്തെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. ഇന്ന് എന്റെ പ്രണയം ഈ ലോകത്തിലില്ല. ബുൾബുളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ? നോക്ക്, ഞാൻ അവളോട് പറയുമായിരുന്നു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല, മരിച്ചു പോകുന്നൊക്കെ. പക്ഷെ ഞാൻ ജീവിക്കുന്നില്ലേ? എന്റെ അബി, നമ്മൾ ഏത് സാഹചര്യവും തരണം ചെയ്തേ പറ്റൂ. പ്രണയം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പ്രണയത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. നീയും ജീവിക്കാനുള്ള കാരണം കണ്ടുപിടിക്കണം. നീ പറഞ്ഞത് ശരിയാ പ്രണവ്. ബുൾബുൾ നിന്നെ വിട്ടുപോയിട്ടും നീ ജീവിക്കുന്നില്ലേ? പിന്നെ എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ജീവിച്ചൂടാ? ഇനിയെങ്കിലും എനിക്കൊന്ന് സ്ട്രോങ് ആവണം. എല്ലാം മറക്കണം എനിക്ക്, എല്ലാം. അതൊക്കെ പോട്ടെ, നമുക്കെന്തെങ്കിലും കഴിക്കാം. നല്ല വിശപ്പുണ്ടാവും. എനിക്കും വിശക്കുന്നുണ്ട്. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ. ചേട്ടാ, കുറച്ച് ശ്രദ്ധിച്ചു പോണം. ഇങ്ങോട്ട് പോരുന്ന കാര്യം അച്ഛമ്മയോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ ഫോൺ ചെയ്താലോ? വേണ്ട, ഒറ്റയ്ക്ക് വന്നതിന് ഉറപ്പായി വഴക്ക് പറയാം. പ്രണവിനെ വിളിക്കാം, എന്നിട്ട് അച്ഛമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയാം. അബി ആദ്യമായിട്ടാ പ്രിയച്ചോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത്. എനിക്കത് എന്തായാലും ചേച്ചിയോട് പറയണം. ഹലോ, നന്നായി ചേച്ചി വിളിച്ചത്. എന്താ? എന്തു പറ്റി? അത് ചേച്ചി, ഞാനിപ്പോ അബിയുടെ കൂടെയാ. ചേച്ചി എന്താ ഇപ്പോ പുറത്തെങ്ങാനും ആണോ? ആ അതെ, അത് പറയാൻ തന്നെ വിളിച്ചത്. ഞാൻ തനുവിനെ ഫോളോ ചെയ്യുക. അവൾ ആ ആളെ കാണാനാ പോകുന്നത്. ഞാൻ അച്ഛമ്മയോട് ഒന്നും പറഞ്ഞില്ല. പ്രണവ്, പ്ലീസ് അച്ഛമ്മയെ വിളിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ചേച്ചി ഇപ്പൊ മറ്റൊരു കാര്യമായിട്ട് തിരക്കിലാണ്. ഇപ്പൊ പറയുന്നത് ശരിയാവില്ല. ആ ചേച്ചി പറയും, ഞാൻ കേൾക്കുന്നുണ്ട്. ആ ഞാൻ പറയാൻ വന്നത്, ഇങ്ങോട്ട് വന്നത്. അപ്പൊ അച്ഛമ്മ ആകെ പേടിക്കും, എന്നെ വഴക്ക് പറയും. എന്റെ ചേച്ചി എന്തിനാ ഒറ്റയ്ക്ക് പോയത്? എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ കൂടെ വരുമായിരുന്നല്ലോ. അതൊന്നും കുഴപ്പമില്ല പ്രണവ്, ഞാൻ മാനേജ് ചെയ്തോളാം. ഇപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? നീ അദ്ദേഹത്തിന്റെ ഒപ്പാണോ? ചേച്ചി, ഇപ്പൊ അവന്റെ മൂഡ് അത്ര ശരിയല്ല. ഞാൻ അവനോട് സംസാരിച്ചു. ചേച്ചി ടെൻഷൻ എടുക്കണ്ട, ഞാൻ നോക്കിക്കോളാം. പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയോ? എന്താ കാരണം എന്ന് പറഞ്ഞോ? ഇല്ല ചേച്ചി, എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ സംസാരിക്കുകയാണ്. പ്ലീസ്, എവിടെയാണെങ്കിലും പ്രിയച്ചി സുരക്ഷിതമായിട്ട് പോകണം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കാനും മടിക്കരുത്. ഫോണിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം. ശരി, നീ ടെൻഷൻ ആവണ്ട പ്രണവ്. എന്തുണ്ടെങ്കിലും ഞാൻ വിളിച്ചു പറയാം. ഓക്കെ, വയ്ക്കുന്നു. ശരി. ചേട്ടാ, ഒന്ന് നിർത്തൂ. ഇവിടെ ചേട്ടാ, ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാമോ പ്ലീസ്? നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ വന്നോളാം. മാഡം, ഒരുപാട് ടൈം ആവും. എന്താ? ഇല്ല, 10-15 മിനിറ്റ് അത്ര വേണ്ടു. ഇവിടുന്ന് ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ. ഓക്കെ, താങ്ക് യു. ഇവൻ ഈ സ്ഥലം തന്നെ വേണമായിരുന്നോ? നോക്ക്, ഞാൻ വന്നു. എവിടെയാ നീ? നിനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ? അതെ, ഞാൻ മനഃപൂർവ്വം തന്നെ തിരഞ്ഞെടുത്ത ഈ സ്ഥലം. അതെന്താന്ന് വെച്ചാ, നിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റുമല്ലോ. കമോൺ.